ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെയൊക്കെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ടോണി നമ്മുടെ ഷെറിനെ കാണാൻ പോയ സീനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടായിരുന്നു അല്ലേ. പാവം ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ആ മാനസിക നില തെറ്റിയ അവസരത്തിലും നമ്മുടെ ഷെറിൻ്റെ ഉള്ളിൽ ടോണിയെ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓർത്തപ്പോൾ ടോണിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവൾ എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. ഒരു വർഷത്തോളമായി താൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയിട്ട് ഒന്ന് വിളിച്ച് നോക്കി അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞ് നോക്കി പോലും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ആൻസിയുടെ അടുത്ത് നമ്മുടെ ഷെറിൻ പറയുന്നുണ്ട്, എൻ്റെ ടോണിച്ചന് ചായ കൊടുക്കുക, ആൻസി ചേച്ചി ചായ കൊടുക്കുക, ആഹാരമൊക്കെ കൊടുക്കുക, എൻ്റെ ടോണിച്ചൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക ആൻസി ചേച്ചി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ ടോണിച്ചൻ, എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ. ടോണിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ അത് ആൻസി ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ടോണിയുടെ ഉള്ളിൽ ഒരു ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ആൻസി ടോണിക്ക് ചായയൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ടോണിയുടെ അടുത്ത് ആൻസി പറയുന്നുണ്ട്, ചില ദിവസങ്ങളിൽ അവൾക്കൊരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ടോണി കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ മുതൽ പിന്നെ ആ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കും. ടോണി ഇപ്പോൾ വിളിക്കുമെന്ന്. അവസാനം ഞാൻ ഫോണ് കുത്തിയിടാനെന്നും പറഞ്ഞ് ചാർജ് ഇല്ലയെന്നും പറഞ്ഞ് കുത്തിയിടാൻ പോയ സമയത്ത് റോബിച്ചൻ ചോദിച്ചപ്പോഴാണ് ആ ഫോൺ അവൾ കൊടുത്തത്. അത്രയും നേരം ഇങ്ങനെ കാത്തിരിക്കും. പിന്നെ കുറേ നേരം ചിന്തിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും, എൻ്റെ ടോണി ഇപ്പോൾ വരും, എന്നെ കൊണ്ടുപോകാൻ വരും എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തിൽ ഷെറിനിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, അവൾക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം ഒരു വശത്ത്, ടോണി അവളെ ഇവിടെ ആക്കിയിട്ട് പോയത് മറുവശത്ത്. ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഷെറിനെ ഇത്രയേറെ തളർത്തി കളഞ്ഞതെന്ന് നമ്മുടെ ആൻസി പറയും കേട്ടോ. അന്നേരം തന്നെ നമ്മുടെ ടോണി ആൻസിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതെ ആ കുഞ്ഞിപ്പോൾ എവിടെയാണ്, ആ കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാവോ? അപ്പോൾ ആൻസി ചോദിച്ചു, എന്തിനാ ടോണിക്ക് ഇപ്പോൾ കുഞ്ഞിൻ്റെ വിവരങ്ങളൊക്കെ? എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് ദത്തെടുക്കാനാണെന്ന് പറയും. ദത്തെടുക്കാനോ? എന്താ ഇപ്പോൾ അങ്ങനത്തെയൊക്കെ ചിന്തകൾ? അത് അങ്ങനെയുള്ള ചില തീരുമാനങ്ങളൊക്കെ ഞാൻ എടുക്കാനായിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൻസി, എന്തായാലും ടോണി വാ, ഞാൻ ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇച്ചായനോ റോബിച്ചായനോ ആരും തന്നെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് അവരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രഹസ്യമാണ്. കുഞ്ഞുണ്ട് എന്നുള്ളത് എനിക്കറിയാവുള്ളൂ ടോണി, അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല എന്ന് ആൻസി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ ആൻസി ചായ എടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് റോബിച്ച പതുക്കെ ആൻസിയുടെ അടുത്ത് ചെന്നു, എടി അവൻ വന്നതിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണെന്ന് പോലും നീ ചോദിച്ചോ? അപ്പോൾ ആൻസി പറഞ്ഞു, ഷെറിനെ കൊണ്ടുപോകണം, പിന്നെ ആ കുഞ്ഞിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞ് കുഞ്ഞിനെ ദത്തെടുക്കണം, അതാണ് ടോണിയുടെ ഉദ്ദേശം. അത് ശരിയായ ഉദ്ദേശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതിലെന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല റോബിച്ച എന്ന് പറഞ്ഞു. അവൻ ഇത്രയും നാളും അവളെ കൊണ്ട് എറിഞ്ഞിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അവൻ തിരക്കിയിട്ടില്ല. അവൻ ഇപ്പം എവിടെ നിന്ന് വന്ന് ഈ ബോധോദയം? ഷെറിനെ കാണാനും ഷെറിൻ്റെ കുഞ്ഞിൻ്റെ ഭൂമി ചരിത്രം തിരഞ്ഞു പോകാൻ അവനെ ഞാൻ അറിയിച്ചു കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഇതേ സമയം ഒരു ജീപ്പ് വന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പം മാമച്ചനും ഗ്രേസമ്മയും വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണല്ലോ. പിന്നെ ടോണി പറഞ്ഞു ഇങ്ങനെ മാമച്ചനും ഇപ്പോൾ അവർ പാലയിൽ നിന്ന് അവരും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ആൻസിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആൻസി പറഞ്ഞു, അങ്ങനെ വണ്ടിയിൽ അവരിരിപ്പുണ്ട്, അപ്പോൾ അവരും വന്ന ഇങ്ങനെ ടോണിയുടെ ഒപ്പം വന്നതാണെന്നൊക്കെ റോബിച്ചൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്താണ് ഒരു ജീപ്പ് വന്നിറങ്ങി. അതിൽ നമ്മുടെ ആൽബിച്ചനും പിന്നെ അവരുടെ അച്ഛൻ പോൾ എന്നാ പേര് കേട്ടോ. അപ്പോൾ പോളച്ചനും കൂടെ വന്ന് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും വന്നിറങ്ങിയ ശേഷം ഈ റോബിച്ചൻ അവരുടെ അടുത്തോട്ട് ചെന്നു കേട്ടോ. അപ്പം ടോണി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ സിറ്റ് ഔട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക്, എവിടെയാണ് അവൻ ഷെറിനെ കാണാൻ വേണ്ടി വന്നേക്കണമെന്നും പറഞ്ഞ് പോളച്ചൻ ചോദിച്ചു. അപ്പോൾ റോബിച്ചൻ പറഞ്ഞു, അതെ, ഉദ്ദേശങ്ങൾ പലതുമായിട്ടാണ് വന്നേക്കണത്. അവന് ഷെറിൻ പ്രസവിച്ച കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വേണമെന്ന്. അവനെ ഞാൻ എല്ലാം കൂടെ അറിയിച്ചു കൊടുക്കാം. പക്ഷെ അവൻ നമ്മൾ വിചാരിക്കും പോലെ അല്ല പച്ച. അവൻ എന്തൊക്കെയോ ലക്ഷ്യം വെച്ചിട്ടാണ് വന്നേക്കണത്. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് മറ്റും അറിയില്ല. അപ്പോൾ നമ്മുടെ ആൽബിച്ചൻ പറഞ്ഞു, അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും ഞാൻ തീരുമാനം ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ റോബിച്ചൻ പറഞ്ഞു, അന്ന് വന്ന ആ പാലയിൽ നിന്ന് വന്ന ആൾക്കാരും വണ്ടിയിലിരിപ്പുണ്ട്, അവർ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ.
എവിടെ അവൻ, ഞാൻ അവനെ കാണട്ടെ എന്ന് പറഞ്ഞ് പോളച്ചനും ആൽബിച്ചനും റോബിച്ചനും കൂടെ അകത്തോട്ട് കയറി പോണ്. ഈ സമയം നമ്മുടെ മാമച്ചനും ഗ്രേസമ്മയും പറഞ്ഞു, ഗ്രേസമ്മേ, നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അവളുടെ ഷെറിൻ്റെ വേറൊരു ആങ്ങളെയും അപ്പച്ചനും ആണ് ഈ വന്നിറങ്ങിയിരിക്കണേന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഗ്രേസമ്മ പറഞ്ഞു, അയ്യോ ഇനിയിപ്പോൾ ടോണി എന്ത് ചെയ്യും? അവൻ്റെ കാര്യത്തിൽ പിടിക്കണ്ട, അവൻ പിടിച്ചു നിൽക്കും. അവൻ്റെ കയ്യേറ്റം കളിയൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അവന് പിടിച്ചു നിൽക്കാനും അതിനുള്ള വാക്സാമർത്ഥ്യവും എല്ലാം ഉള്ള ആൾ എന്നെ ടോണി. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു, അയ്യോ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമോ, നമ്മളെന്താ ചെയ്യേണ്ട മാമച്ചനെങ്കിലെന്ന് നമ്മുടെ രേവതിക്കുട്ടി ചോദിക്കും. അപ്പോൾ മാമച്ചൻ പറയും, ഇപ്പം എന്തായാലും നമ്മൾ ഇറങ്ങണ്ട, സിറ്റുവേഷനും കാര്യങ്ങളും എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ വെയിറ്റ് ചെയ്ത് വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ടോണി അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ആൻസി ചായ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോഴേക്കും പോളച്ചനും ആൽബിച്ചനും വന്നു. ഇത്രയും നാൾ അവൻ ഷെറിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയില്ല, ഇപ്പം അവൻ ഷെറിനെയും തിരക്കി വന്നേക്കണോ. അപ്പോൾ ടോണി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ, ഞാൻ വന്നത് പല ഉദ്ദേശങ്ങളോട് കൂടെ തന്നെ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ തന്ന ഏറ്റവും വലിയ ഒരു വിലയല്ലേ ഷെറിൻ. അവളുടെ പല രഹസ്യങ്ങളും മറച്ചു വെച്ചിട്ട് എൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ചു. കല്യാണം കഴിഞ്ഞ ആദ്യ നാളൊന്നും ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം അവളുടെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെട്ടത് അറിഞ്ഞിട്ടാണ് അവൾക്ക് മാനസികമായിട്ട് ഈ ബുദ്ധിമുട്ട് വന്നത്. എനിക്കറിയണം ഷെറിൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന്. ആ കുഞ്ഞിനെ വീണ്ടെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നതെന്ന് ടോണി തറപ്പിച്ചങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൽബിച്ചൻ പറഞ്ഞു, നിന്നെ അറിയിച്ചു തരാടാ, ഞങ്ങൾ എല്ലാ ചരിത്രവും നിന്നെ അറിയിച്ചു തരാം. അപ്പോൾ ടോണി പറഞ്ഞു, അതെ, ഭീഷണിയുടെ ആവശ്യമൊന്നും ഇല്ല. കുഞ്ഞിനെക്കുറിച്ച് അറിയണമെങ്കിലും കുഞ്ഞ് എവിടെയാണെന്നൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ എനിക്കധികം താമസമൊന്നുമില്ല. ഇനി ഇതൊക്കെ ഏതൊക്കെ തരത്തിൽ ആരെയൊക്കെ അറിയിക്കണമെന്നുള്ളതും എനിക്കറിയാമെന്ന് പറഞ്ഞു കേട്ടോ. ഒരു ഭീഷണി സ്വരത്തിൽ തന്നെ നമ്മുടെ ടോണി പറഞ്ഞു. കാരണം ഇവരെ വീട്ടുകാർ ഷെറിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരൊന്നും അറിയിക്കാണ്ട് ഒരു കുഞ്ഞുള്ള കാര്യം അതൊക്കെ ഒളിപ്പിച്ച് വെച്ചാണ് ഈ നാട്ടിലും ബന്ധുക്കളുടെ ഇടയിലൊക്കെ നിൽക്കുന്നത്. ടോണി പറഞ്ഞു, ഇതൊക്കെ അറിയിക്കേണ്ടവരെ അറിയിച്ച് തന്നെ ഞാനിത് മുന്നോട്ട് നേരിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ആ കുഞ്ഞ് എവിടെയാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യുമെന്ന് തന്നെ പറഞ്ഞു. ഇനി എനിക്ക് ഞാൻ ഇനി അടങ്ങിയിരിക്കണമെങ്കിൽ ഇത് കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഇനി വേറെ കാര്യമുള്ളൂ എന്ന് പറയൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ടോണിയും വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേ സമയം നമ്മുടെ ഷെറിനാണെങ്കിലോ ഡ്രസ്സൊക്കെ മാറ്റി ടോണിച്ചായൻ്റെ കൂടെ പോകാനുള്ള ഒരു കാത്തിരിപ്പാണ്. ബാഗിൽ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ടോണി ഇറങ്ങി പോയായിരുന്നു. പിന്നെ ഷെറിനെ ടോണി കാണുന്നില്ല കേട്ടോ. നേരെ കാറിൽ ചെന്നിരിക്കുകയാണ്. അപ്പോൾ മാമച്ചൻ ചോദിച്ചു, എന്തായി ടോണി? പോയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഷെറിനെ കണ്ടു, പിന്നെ അവർ വന്ന് എന്നെ കുറേ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് പോയത്. ഞാനും തിരിച്ച് വെല്ലുവിളി. കുഞ്ഞിനെക്കുറിച്ചുള്ള ഒരു വിവരം അവർ പറഞ്ഞില്ല. പറയില്ല എന്ന വാശിയിൽ തന്നെയാണ് ഷെറിൻ്റെ അപ്പച്ചനും മാങ്ങളമാരും. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ കുഞ്ഞ് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഗ്രേസമ്മ ചോദിച്ചു, ഷെറിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ടോണിയുടെ മുഖം അങ്ങ് വാടി കേട്ടോ. ആ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം. കാരണം എന്നെ കണ്ട പാടെ അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കുറേ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോകാൻ വന്നതെന്ന് കരുതിയിട്ട് ഡ്രസ്സൊക്കെ മാറാനായിട്ട് അകത്തോട്ട് പോയിക്കുക. തിരിച്ചു വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഓർത്തിട്ട് ടോണിയുടെ സൗണ്ടൊക്കെ ഇടറിപ്പോവാട്ടോ. അപ്പോൾ ഗ്രേസമ്മയും രേവതിക്കുട്ടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. കാരണം ടോണിക്ക് ഷെറിൻ്റെ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം നമ്മുടെ ഷെറിൻ റെഡി ആയിട്ട് വരണം. അപ്പോൾ നമ്മുടെ ആൻസി ചോദിച്ചു, അല്ല ഷെറിന് എങ്ങോട്ട് പോവാം? അതെ, എൻ്റെ ടോണിച്ചും വന്നേക്കുന്ന കണ്ടില്ല ആൻസി ചേച്ചി, ഞാൻ പോവാം, ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇനി എൻ്റെ ടോണിച്ചൻ്റെ കൂടെ പോവാം, ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ സമയത്ത് നമ്മുടെ ആൻസി പറഞ്ഞു, അതെ, കാരണം ആൻസിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ കാര്യങ്ങളൊന്നും കയ്യിൽ നിൽക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണം. അപ്പോഴേക്കും ആൻസി പറഞ്ഞു, അതെ, ടോണി പോയോ? എന്നെ കൊണ്ടുപോകണ്ടോ? ഇല്ല, ടോണി പോയില്ല, എന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല മോളെ, പോയി എന്ന് പറഞ്ഞു. ഇനി ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. ഇനി ഒരു ദിവസം അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇല്ല, ടോണിച്ചൻ എന്നെ കൊണ്ടുപോകാനാണ് വന്നത്, എന്നെ മാത്രം കൊണ്ടുപോകാനാണ് ടോണിച്ചൻ വന്നത്. ഇല്ല, പോയില്ല. ഷെറിൻ ചേച്ചി അല്ല, ആൻസി ചേച്ചി കള്ളം പറയാമെന്ന് പറഞ്ഞു. അല്ല മോളെ, ടോണി പോയിട്ട് ഇനി ഒരു ദിവസം കൊണ്ടുപോകാനായിട്ട് വരാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഷെറിൻ്റെ മുഖമൊക്കെ അങ്ങ് വാടിപ്പോണ്, കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഓടിപ്പോയി റൂമിൽ പോയിട്ട് പൊട്ടി കരയണം കേട്ടോ. ആൻസി മാക്സിമം സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷെ അവളുടെ ആ തറയിൽ നിലത്തിരുന്നുകൊണ്ടുള്ള ആ ചങ്ക് പൊട്ടിയുള്ള ഒരു കരച്ചിൽ കണ്ടിട്ട് ആൻസിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. കാരണം എത്ര നാളായി ഒരു കുഞ്ഞിനെ ഉള്ളത് നഷ്ടപ്പെട്ടു, ഭർത്താവ് ഉപേക്ഷിച്ചു, എല്ലാം കൂടെ കൊണ്ട് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഷെറിൻ ഈ ഒരു ജീവിതം തന്നെയാണ് ഷെറിനെ ഒരു ഭ്രാന്തി
ഭ്രാന്തിയാക്കി മാറ്റിയത്. പക്ഷേ അവളെ സമാധാനിപ്പിക്കാൻ ആൻസിക്ക് വാക്കുകളില്ലായിരുന്നു. അവൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു മൂഡ് ഓഫ് ആയിരിക്കും. അങ്ങനെ ഓരോ മൈൻഡ് മാറുന്ന അനുസരിച്ചാണ്. ഇനിയിപ്പോൾ ഈ ഒരു സങ്കടം ഓർത്ത് ഷെറിൻ ഭയങ്കരമായിട്ട് കുറച്ച് ദിവസത്തെ ഒരു ബുദ്ധിമുട്ട് കാണിക്കും കേട്ടോ. അപ്പം ആ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൈതക്കൽ മാളിക വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ അലീന നമ്മുടെ ആരടുത്തും ബബിതയുടെ അടുത്തും രോഹിത്തിൻ്റെ അടുത്തും കൃഷ്ണമോളുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ അലീന ചേച്ചി ചെയ്യേണ്ടതെന്ന് നമ്മുടെ ബബിത ചോദിക്കുന്നുണ്ട്. അതെ, നമുക്ക് അമ്മയുടെ അടുത്ത് ഒന്നും കൂടെ സംസാരിച്ച് നോക്കാം. മേഡം എന്താ പറയണേന്ന് നോക്കട്ടെ, ഞാനും വരാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ നമ്മുടെ വൈജയന്തിയുടെ റൂമിലോട്ട് പോവേണം. വൈജയന്തി ആരാ? എൻ്റെ എല്ലാവരും കൂടെ ഇങ്ങോട്ട്. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അതെ അമ്മ ഈ കാര്യത്തിനൊരു തീരുമാനം പറയാം. അമ്മ ഞങ്ങളെ കൂടെ വരുന്നുണ്ട്. ഇവിടെ എത്ര ദിവസമൊന്നും പറഞ്ഞ് കടിച്ചു തൂങ്ങി നിൽക്കാനാ? കമലാൻറ്റിക്ക് ഇപ്പം തരാം, വന്നപ്പോൾ തൊട്ട് കമലാൻറ്റിക്ക് മുറുമുറുപ്പാ. അതെ, നിങ്ങളോട് ആരടുത്തെങ്കിലും ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ ഞാൻ പറഞ്ഞോ? ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ തറവാട്ടിൽ വന്ന് നിൽക്കണം, നിങ്ങളെല്ലാവരും കൂടെ പടകെട്ടിക്കൊണ്ട് വരാനും ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ അലീന പതുക്കെ പറയണം, മാഡം വീട്ടിലോട്ട് വരണം, ഞാൻ പൊക്കോളാം. നീ പൊക്കോളാം, നീ എത്ര പ്രാവശ്യം വാക്ക് പറഞ്ഞിട്ടുണ്ടടി, നിൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇല്ല മാഡം, ഞാൻ തീർച്ചയായിട്ടും ഒരു 3-4 ദിവസം കൊണ്ട് പൊക്കോളാം. ആദ്യമേ നീ ഒന്ന് പോയി കാണിക്കേ, എന്നിട്ട് നീ എൻ്റെ മുമ്പിൽ നിന്ന് വർത്തമാനം പറഞ്ഞാൽ മതി. നീ ഒറ്റ ഒരുത്തി ഒരുമ്പെട്ടവളി എന്നെൻ്റെ കുടുംബത്ത് കാല് കുത്തിയോ, ആ അവസ്ഥയാണ് ഞാൻ ഇന്ന് ഈ അവസ്ഥയിലിരിക്കുന്നത്. എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, എൻ്റെ കുടുംബം പോലും നഷ്ടപ്പെട്ടു. ഇതൊക്കെ കാരണം നീ ഒറ്റ ഒരുത്തിയാണെന്ന് പറഞ്ഞു. മാഡം, ഞാൻ എന്ത് തെറ്റാണ് മാഡത്തിനോട് ചെയ്തത് എന്നിങ്ങനെ അലീന കേണ് ചോദിക്കണേ. നീ എന്ത് തെറ്റ് ചെയ്തു എന്നോ? എടി, എൻ്റെ കുടുംബ ജീവിതം മൊത്തം താറുമാറാക്കിയത് നീയല്ലേടി. ഇന്ന് ആരോരും ഇല്ലാണ്ട് ഒരു പട്ടിയെപ്പോലെ അല്ലേടി ഞാൻ ആ വീട്ടിൽ ഇത്രയും ദിവസം അവിടെ നിന്നത്. എനിക്ക് എന്ത് വിലയടിയുള്ളത്? എൻ്റെ കുടുംബം ഇപ്പോൾ നിൻ്റെ കൈവെള്ളയിലല്ലേടി എന്ന് പറഞ്ഞു. എവിടെയോ ആർക്കോ പിഴച്ചുണ്ടായവളല്ലേടി നീ ഒന്ന് ഈ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി തരാവോടി, എവിടെയെങ്കിലും പോയി ഒന്ന് തൊലഞ്ഞു തരാവോടി എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണമോക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പിഴച്ചവൾ, ഈ പറഞ്ഞ തൻ്റെ അമ്മ പിഴച്ച് പെറ്റ മോളാണ് ഈ നിൽക്കുന്നതെന്ന് കൃഷ്ണമോളെ പല പ്രാവശ്യം തൊണ്ടയിൽ വന്നതാണ് പറയണമെന്ന്. പക്ഷേ കൃഷ്ണമോള് കടിച്ച് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. പിഴച്ച് പ്രസവിച്ച സ്വന്തം പെറ്റ അമ്മയാണ് അലീനയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. അപ്പോഴേക്ക് അലീന പറഞ്ഞു, മാഡം, ഒരു മുറിവുണ്ടായാൽ അത് മരുന്ന് പുരട്ടി ആ വ്രണം മാറ്റാം. പക്ഷെ മനസ്സിനുണ്ടാവുന്ന മുറിവ് ഒരിക്കലും ഒരു മരുന്ന് തേച്ചാൽ അത് മാറില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും വൈജയന്തി ഇങ്ങനെ തുറിച്ചൊരു നോട്ട് അലീനയെ നോക്കുകയാണ്. ഇവളെന്താ ഈ പറഞ്ഞു വരുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും അലീന കേണപേക്ഷിക്കും പോലെ തന്നെ പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും നീ ആ വീട്ടിൽ നിന്ന് പോയി കാണിച്ച ശേഷം ഞാൻ അങ്ങോട്ട് വരാടിയെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പറയണം. അപ്പം ബബിത പറയുന്നുണ്ട്, രോഹിത്ത് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അലീന മാക്സിമം പറ്റാവുന്നത്രയും വൈജയന്തിയുടെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ബബിതയും കൃഷ്ണമോളും രോഹിത്തും ഉണ്ട്. അവർ അവസാനമായിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മേ, ഞങ്ങൾ എന്തായാലും ഇനി അമ്മയുടെ കാല് പിടിക്കാനായിട്ട് വരില്ല. ഒരു പരിധിയുണ്ട്, ഒരു പരിധി കൂടുതൽ ഞങ്ങൾ ഇനി നിൽക്കില്ല. അമ്മയുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അമ്മ ഇനി ഇവിടെ നിൽക്കോ, വീട് വാടകയ്ക്ക് എടുത്തോ, എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ തോന്നും പോലെ അമ്മ ചെയ്തു എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, ചെല്ല്, നിനക്കൊക്കെ നോക്കാനും നിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും നിനക്കിപ്പോൾ ആൾക്കാരുണ്ടല്ലോ, ചെല്ലെന്ന് പറഞ്ഞ് വൈജയന്തി വിടും കേട്ടോ. അതെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി തന്നെ അലീന ചേച്ചി ഇത്രയും നാൾ നമുക്ക് ഇവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരു കുറവില്ലാണ്ട് നോക്കി തന്നെ അലീന ചേച്ചി പോണത്. അമ്മ ഞങ്ങളുടെ എന്ത് കാര്യം നോക്കിയിട്ടുള്ളത്? ഇനി ഞങ്ങൾ അമ്മയുടെ കാല് പിടിക്കാനായിട്ട് വരില്ല. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം, അമ്മ അതനുസരിച്ച് ജീവിച്ചോളാനായിട്ട് പറഞ്ഞിട്ട് അവരെല്ലാവരും, കൃഷ്ണമോളും പറഞ്ഞു, രോഹിത്തും പറഞ്ഞു, നമ്മുടെ ബബിതയും പറഞ്ഞിട്ട് അവരവിടെ നിറങ്ങാൻ കേട്ടോ. പക്ഷേ അവരങ്ങ് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വൈജയന്തിക്ക് എന്താ പറയണേ, നമ്മൾ കടലിൻ്റെ നടുക്കകപ്പെട്ടണക്കുള്ളൊരു അവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. വൈജയന്തിക്ക് നന്നായിട്ടറിയാം. വൈജയന്തി ഈ കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാടക വീട് കിട്ടുമായിരിക്കും, പണവും പദവിയും ഇതുള്ളതുകൊണ്ട് കിട്ടും. പക്ഷേ ആ വീട്ടിൽ തൻ്റെ മക്കളോ ഭർത്താവോ ഒരാൾ പോലും തന്നെ തിരിഞ്ഞു നോക്കാനായിട്ട് വരില്ല. ഇനി എങ്ങനെയാണ് ഞാൻ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നാണം കെട്ട് കയറി പോണത്? എൻ്റെ മക്കൾ ഇത്രയും വന്ന് കാല് പിടിച്ചു, എന്നിട്ട് ഞാൻ പോയില്ല. അങ്ങനെയൊക്കെയുള്ള 100 ചിന്തകൾ
വൈജയന്തിയുടെ ഉള്ളി വരെയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് നമ്മുടെ അലീനയും അതുപോലെ ഒരു സഹോദരി നമ്മുടെ 2 സഹോദരിമാരെ അനുജനെയും കൂട്ടി നമ്മുടെ അലീന തിരിച്ച് നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് പോകാനുള്ള തീരുമാനം എടുത്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി വൈജയന്തിക്ക് വരുന്ന മനമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇനി നാണം കെട്ട് വീണ്ടും വൈജയന്തി നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് പോകുമോ ഉള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം. എന്തായാലും നമ്മുടെ നാളെ വരാനിരിക്കുന്നതിൻ്റെ ഏകദേശം ഒരു ഇൻട്രോ പ്രൊമോയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നാളെ രാവിലെ നമ്മൾ ഫുൾ വിശേഷം നമ്മൾ ഇടും കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ സാന്ത്വനം 2 ഞാൻ 6:30 PM നമ്മളെ വൈകിട്ട് 6:30 PM ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ സുമി മുഫാസ് മനസ്സിൽ ഇവർ വിവാഹിതരാകുന്നു, അതുപോലെ 8:30 കാറ്റത്തെ കിളിക്കൂടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ 2 ചാനലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നല്ലൊരു ശുഭരാത്രി പറയുന്നു. ബൈ.